ഓൾറൈറ്റ്. നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗസ് ചെയ്യുന്നു നിങ്ങളൊരു 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളായിരിക്കാം. ഓക്കെ. ഒന്നുകിൽ നിങ്ങൾ ജിമ്മിൽ പോകാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ മടിയായിട്ട് ജിമ്മിൽ പോവാണ്ടിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ജിമ്മിൽ പോയിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എങ്ങനെ ഫിറ്റ്നസ്, ഹെൽത്ത് നോക്കണം? എന്തൊക്കെ കഴിക്കണം? എന്തൊക്കെ കഴിക്കാൻ പറ്റൂല? ഇതിനൊക്കെ ഉള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരിക്കലും ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബോഡി ബിൽഡറോ അല്ലെങ്കിൽ ജിമ്മിന് അഡ്വൈസ് കൊടുക്കുന്ന ഒരാളോ അല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ വളരെ മെലിഞ്ഞ ആളായിരിക്കും. എന്ത് കഴിച്ചിട്ടും തടി വെക്കുന്നില്ല. അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്ത് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. അല്ലെങ്കിൽ നിങ്ങളൊരു മീഡിയം ബിൽറ്റ് ആളായിരിക്കും. ചെറുതായിട്ട് വയറൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു മീഡിയം ബിൽറ്റ് ആളായിരിക്കും. എന്നാലും ബോഡി ഷേപ്പ് അല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആയിരിക്കും. ഓക്കെ. ഒരുപാട് എന്താ പറയുക കഷ്ടപ്പാടാണ്. ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് കഷ്ടപ്പെടാൻ വയ്യ. വർക്കൗട്ട് ചെയ്യാൻ വയ്യ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുള്ള ആളായിരിക്കും. അത് എക്സെപ്ഷൻ ആണ് കേട്ടോ. ഓക്കെ. ഫസ്റ്റ് നമുക്ക് മെലിഞ്ഞ ആൾക്കാരെ എടുക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുതൽ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും കളിയാക്കും. "എന്തെങ്കിലുമൊക്കെ കഴിച്ചൂടെ? ഇനിയൊന്നും കഴിക്കുന്നില്ലേ? ഏ അല്ലെങ്കിൽ എൻ്റെ പാരൻറ്സിനോട് പറയും ഇവനൊന്നും കഴിക്കാൻ കൊടുക്കുന്നില്ലേ?" മറ്റേ കൊടക്കമ്പി, മറ്റേ സ്റ്റിക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക ഇരട്ടപ്പേരുകളും നിക്നെയിംസ് കാര്യങ്ങളൊക്കെ. പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മളെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള പയ്യന്മാർ നമ്മളെ തല്ലാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മളെ എന്താ റാഗ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടാക്കുക, കളിയാക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലൈഫ് ലോങ് അനുഭവിച്ചിട്ടുള്ള ആളുമാണ് ഞാന്. പിന്നെ അങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുമുണ്ട്. പിന്നെ എൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ ആക്ച്വലി ചേഞ്ച് ആയത് സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നല്ല കഷ്ടപ്പെട്ടു. അതായത് ഒരു 6, 7 മാസം നന്നായിട്ട് കഷ്ടപ്പെട്ട് ജിമ്മിൽ പോയി. ആ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ ഫോളോ ചെയ്തിരുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു, മാർക്ക് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ കുറേ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആയിട്ട്. പിന്നെ പുള്ളിയുടെ ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലീൻ ഫിറ്റ് ആണ്. ഭയങ്കര ബൾക്കും അല്ല. നമ്മൾ ബോഡി ബിൽഡേഴ്സിനെ പോലത്തെ ബോഡി അല്ല. പക്ഷേ എന്താണ് നമ്മൾ ആക്ച്വലി ഷർട്ട് അഴിച്ച് കഴിഞ്ഞാൽ ആബ്സ്, സിക്സ് പാക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ബോഡിയായിരുന്നു എനിക്കും വേണ്ടിയിരുന്നത്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് ഡെയിലി എന്ത് ചെയ്യും 5, 6 കോഴിമുട്ട, പഴം ഫുള്ളി നാച്ചുറൽ ആയിരുന്നു കേട്ടോ. ഈവൻ പ്രോട്ടീൻ പൗഡർ പോലും ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് കോൺസിസ്റ്റന്റ് ആയി പോയി അവസാനം അത്യാവശ്യം നല്ലൊരു ഫിസിക്കിലെത്തി. പിന്നെ എനിക്ക് ഞാൻ കോളേജിലേക്ക് പോയി തുടങ്ങിയപ്പോൾ, അതായത് വെക്കേഷൻ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോയി തുടങ്ങിയ സമയത്ത് പിന്നെ എനിക്ക് കിട്ടാത്തൊരു അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി. ഈവൻ പെൺപിള്ളേർ വരെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. മെലിഞ്ഞിരുന്ന സമയത്ത് എന്താ പറയുക പെൺകുട്ടികളൊന്നും അധികം എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഞാനും അത്ര ഭയങ്കര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. ഓക്കെ. കാരണം നമുക്കും കോൺഫിഡൻസിന് ഭയങ്കര കുറവുണ്ടാവുമല്ലോ. എപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും. പിന്നെ നമ്മൾ കോളേജിൽ നല്ല കൂളായിട്ട് നടക്കുന്ന പയ്യന്മാരെ കൂടെ ഒന്നും നമ്മളൊന്നും ആ ഗ്യാങ്ങിൽ ഉണ്ടാവില്ല. കാരണം എന്താ നമ്മൾ മെലിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അപകർഷതാബോധവും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ ഞാൻ ഈ വെക്കേഷൻ കഴിഞ്ഞ് കോളേജിലേക്ക് ചെന്ന സമയത്ത് എൻ്റെ അടുത്ത് പെൺപിള്ളേരൊക്കെ ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എന്നിട്ട് കൂടുതൽ പേർക്ക് ഫ്രണ്ട്സ് ആവണം. അല്ലെങ്കിൽ നമ്മളായിട്ട് കൂടുതൽ പേര് കമ്പനി ആവാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എന്ത് ചെയ്തു മൊത്തം ലൈഫ് മാറാൻ തുടങ്ങി. എൻ്റെ ലൈഫ് കളറായി തുടങ്ങിയത് അവിടുന്ന് മുതലാണ്. ഓക്കെ. അപ്പോൾ അത് ഓൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. കോളേജൊക്കെ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ബ്രേക്ക് എടുത്ത് ജിമ്മൊക്കെ ചിലപ്പോൾ ഒരു വർഷമൊക്കെ ഞാൻ ഒറ്റയടിക്ക് ബ്രേക്ക് എടുക്കും. അല്ലെങ്കിൽ അത് കാരണം ലൈഫിൻ്റെ സിറ്റുവേഷൻസ് കൊണ്ടാണ്. പിന്നെ ഞാൻ ദുബായിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ 1, 2 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബോഡി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജ് കാലഘട്ടം കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മ് നിർത്തിയപ്പോഴും എൻ്റെ ബോഡി പിന്നെയും മെലിഞ്ഞൊരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് ചില ആൾക്കാർക്ക് ജിമ്മ് നിർത്തി കഴിഞ്ഞാൽ തടി കൂടും. ചില ആൾക്കാർക്ക് മെലിഞ്ഞ പ്രകൃതമുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെയും മെലിയാനാണ് ചാൻസ്. ഓക്കെ. ബാക്ക് ടു ദ സബ്ജക്റ്റ്. നിങ്ങൾ ഒരു വളരെ മെലിഞ്ഞ ഒരാളാണ്. എത്ര കഴിച്ചിട്ടും എന്ത് കഴിച്ചിട്ടും തടി കൂടുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ജിം മെമ്പർഷിപ്പ് എടുക്കുക. അതിപ്പോൾ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ജിമ്മൊന്നും വേണമെന്നില്ല. സാധാരണക്കാർ പോകുന്ന സാധാരണ ജിമ്മിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡെയിലി ബേസിസിൽ കഴിയുന്നിടത്തോളം കോഴിമുട്ട, പഴം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഡെയിലി ഇപ്പോൾ കോഴിമുട്ടയൊക്കെയാണെങ്കിൽ ഒരു 4, 5 കോഴിമുട്ട എന്താ പറയുക നമ്മുടെ ഉള്ളിലുള്ള ഉണ്ണിയില്ലേ അതും കൂടി കൂട്ടിയിട്ട് കഴിക്കാം. പിന്നെ പഴം നമ്മൾ നേന്ത്രപ്പഴം കഴിക്കുക. 2, 3 നേന്ത്രപ്പഴം കഴിക്കുക. പിന്നെ മാക്സിമം നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരുപാട് ചോറ് കഴിക്കുന്ന ആളായിരിക്കും. ഈ ചോറിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് ബാക്കി എന്ത് ചെയ്യുക, ഇറച്ചി, ഫിഷ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങളെ ഡയറ്റിൽ ആഡ് ചെയ്യുക. എന്നിട്ട് കൂടുതൽ ഫുഡ് കഴിക്കാൻ നോക്കുക. അത് പല പല സമയങ്ങളിലായിട്ട്. ഒരു നമ്മളിപ്പോൾ ഒരു 3 തവണ ഫുഡ് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതൊരു 4, 5 തവണത്തേക്കാക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പല ആൾക്കാരും കൂടുതൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ. അതിപ്പോൾ ഇനി ഒരു സ്നാക്സ് ആയിട്ടാണെങ്കിലും നട്ട്സ് ആയിട്ടാണെങ്കിലും ഒക്കെ ഡെയിലി വൈകുന്നേരം വരെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4, 5 മീലായിട്ട് നിങ്ങൾ കഴിക്കുന്ന സാധനങ്ങൾ കഴിക്കുക. കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 5 ദിവസമെങ്കിലും പോവുക ജിമ്മിൽ. നിങ്ങൾക്കുള്ള മാറ്റം ഭയങ്കര സ്ലോ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്കൊരു പ്രോഗ്രസ്സും ഇല്ല. ഞാനിപ്പോൾ ഇത്രയും ജിമ്മിൽ പോകുന്നുണ്ട്. ഇത്രയും എന്താ പറയുക മുട്ടയും പാലും പഴവും ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എന്ത് ചെയ്യുന്നില്ല. എനിക്ക് പ്രോഗ്രസ് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മിററിൽ നോക്കിയിട്ട് നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും.
അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് 2, 3, 4 മാസം കൊണ്ട് ഇമ്മീഡിയേറ്റ് ആയിട്ട് ബൾക്ക് ആവണം, അല്ലെങ്കിൽ വെയിറ്റ് കൂടണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഓണിൻ്റെ സീരിയസ് മാസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി യൂസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റാണ് കുറച്ച് കാലം. എനിക്ക് ആവശ്യമുള്ളൊരു വെയിറ്റിലേക്ക് എൻ്റെ ബോഡി എത്തോളം ഞാൻ യൂസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റാണ് സീരിയസ് മാസ്. ഈ സീരിയസ് മാസിൻ്റെയും അല്ലെങ്കിൽ മാസ് ഗെയിനറിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ വലിയൊരു സ്കൂപ്പ് ഉണ്ടാവുക. വലിയൊരു സ്കൂപ്പ് പറഞ്ഞാൽ വലിയൊരു സ്പൂൺ. അത് നിങ്ങളൊരു ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ജ്യൂസിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന വേറെ എന്ത് ഫുഡിൻ്റെ കൂടെ ഈ സംഭവം കഴിക്കാം. ഓക്കെ. പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസായിട്ട് കഴിക്കാം. പല രീതിയിൽ ഈ സംഭവം കഴിക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഒരു ദിവസം ഒരു വലിയ സ്കൂപ്പ് എന്നുള്ള രീതിയിൽ എടുക്കുക. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, വലിയ സ്കൂപ്പ് നമ്മൾ എടുക്കുന്നുണ്ട് പ്രോട്ടീൻ പൗഡർ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അത് കമ്പനിയുടെ ഒരു ടാക്റ്റിക്കും കൂടിയാണ്, അവർക്ക് കൂടുതൽ സെയിൽസ് നടത്താനുള്ളത്. അതുകൊണ്ട് പക്ഷേങ്കില് അത് നിങ്ങൾ 2 3 ബോട്ടിൽ യൂസ് ചെയ്ത് ഒരു 2, 3 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബോഡിയിൽ നല്ല വ്യത്യാസം പെട്ടെന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ അതാണ്, ഇതാണ്, നമുക്ക് കേടാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. സ്റ്റീറോയിഡ്സ് ഒരു കാരണവശാലും ആര് പറഞ്ഞാലും എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും എടുക്കരുത്. ഈ പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിനും ഒരുപാട് കാലത്ത് റിസർച്ച് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പ്രൂവ് ചെയ്ത സംഭവങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്, കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് യാതൊരു പ്രശ്നം വരാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ഉള്ള സാധനം എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ഉള്ളത് അത് മാക്സിമം കഴിക്കാൻ നോക്കുക. കൂടുതൽ പഴവും കോഴിമുട്ടയും കഴിക്കുക. അതായത് പഴം ഒന്നും വലിയ എക്സ്പെൻസീവ് അല്ലാത്ത സംഭവങ്ങളാണ്. നമുക്ക് നേന്ത്രപ്പഴമൊക്കെ താഴെയുള്ള കടയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വാങ്ങിച്ചിട്ട് കഴിക്കാം. ഓക്കെ. പിന്നെ മെലിഞ്ഞ ആൾക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ കാർഡിയോ, നിങ്ങളുടെ വർക്കൗട്ട്, നിങ്ങളുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ കാർഡിയോ ചെയ്യാൻ. കാർഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രെഡ്മിൽ കയറി ഓടുന്നതോ അല്ലെങ്കിൽ മറ്റേ സ്റ്റെയർ മാസ്റ്റർ കയറുന്നതോ സംഭവങ്ങളുണ്ടല്ലോ. അത് നിങ്ങളുടെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഈ മാസ് ഗെയിനർ നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറ് ഇമ്മീഡിയറ്റ്ലി ഫുള്ളായ പോലെ തോന്നും. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. പിന്നെ ചില ആൾക്കാരുടെ ബോഡി ടൈപ്പിനനുസരിച്ചാണ് പ്രോട്ടീൻ പൗഡർ വർക്ക് ചെയ്യുക. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില ടൈപ്പ്, ചില ബ്രാൻഡ് പ്രോട്ടീൻ പൗഡർ കഴിച്ച് കഴിഞ്ഞാൽ വയറ് ഒന്നായിട്ട് ഗ്യാസായിട്ട് ബ്ലോട്ട് ചെയ്തിട്ട് വരും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഒന്നുകിൽ ഫസ്റ്റ് വാങ്ങുമ്പോൾ ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ടെസ്റ്റ് അടിക്കുക. ഓക്കെ, ഓക്കെ, എനിക്ക് ആ പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, സീരിയസ് മാസ് കഴിച്ചിട്ട് അല്ലെങ്കിൽ മാസ് ഗെയിനർ കഴിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രം വലിയ ബോട്ടിൽ വാങ്ങിക്കുക. പിന്നെ ബോട്ടിൽ കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൺലൈനിൽ വരെ ഈവൻ ഫേക്ക് പ്രൊഡക്ട്സ് ഒരുപാട് ഓടുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഫേക്ക് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ കാര്യങ്ങൾ സെൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇന്ത്യയിൽ, ദുബായിൽ ഒക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ പ്രോട്ടീൻ പൗഡറിൻ്റെ ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ജെനുവിനിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിലോ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു QR കോഡായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഡോ എന്തെങ്കിലും അതിൻ്റെ ക്യാപ്പിലുള്ള കോഡോ കാര്യങ്ങളായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം വാങ്ങിക്കാൻ. അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ജെനുവിൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വേണം പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാൻ. അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും അവർ സെൽ ചെയ്യുന്ന സ്റ്റോറുകൾ എന്തൊക്കെയാണെന്നുള്ളത്. രണ്ടാമത്തെ ബോഡി ടൈപ്പാണ് മീഡിയം ബിൽഡ്. നിങ്ങൾ കൂടുതൽ തടിച്ചിട്ടുമല്ല, കൂടുതൽ മെലിഞ്ഞിട്ടുമല്ല. അങ്ങനത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോട്ടീനാണ്. ഇത് സ്പോൺസേർഡ് ഒന്നും അല്ല കേട്ടോ. ഗോൾഡ് സ്റ്റാൻഡേർഡ് വേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെയ് പ്രോട്ടീന് ഗോൾഡ് സ്റ്റാൻഡേർഡ്, പ്ലാറ്റിനം സ്റ്റാൻഡേർഡ്, ഇങ്ങനെ പല ടൈപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോട്ടീൻ പൗഡർ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വെയിറ്റ് ലോസ് ചെയ്യാണ്ട് നിങ്ങൾ ഉള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്തു പോകാനും പിന്നെ അതിലും മസിൽ ബിൽഡ് ചെയ്യാനും സഹായിക്കുന്ന പ്രോട്ടീൻ പൗഡറാണ് വെയ് പ്രോട്ടീൻ. മീഡിയം ബിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ 5 ദിവസമെങ്കിലും ജിമ്മിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ പോലെ ഒരു ദിവസം ലെഗ്, ഒരു ദിവസം ആബ്സ്, ഒരു ദിവസം ചെസ്റ്റ്, ഒരു ദിവസം ബൈസെപ്സ്, ഇങ്ങനെയുള്ള വർക്കൗട്ട് റൂട്ടീനൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പുഷ് പുൾ വർക്കൗട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് പുഷ് പുൾ ലെഗ് ബ്രേക്ക്, പുഷ് പുൾ ലെഗ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അത് മീഡിയം ബിൽഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ മീഡിയം ബിൽഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആബ്സ് ആണ്. നമുക്കൊരു എന്താ പറയുക, ഗ്രീക്ക് ഗോഡ്സിനെ കണ്ടിട്ടില്ലേ, അവരെയൊക്കെ പോലെ, അല്ലെങ്കിൽ മറ്റേ അവഞ്ചേഴ്സിലെ തോറിനെയൊക്കെ പോലെ അങ്ങനത്തെയൊക്കെ ആബ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ എന്നാണോ ജിമ്മിൽ പോകുന്നത് അന്ന് മുതൽ അറ്റ്ലീസ്റ്റ് 3-ൽ 1 ദിവസമെങ്കിലും, ഇപ്പോൾ 3 ദിവസം അടുപ്പിച്ച് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ആബ്സിന് ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ഓക്കെ 3-ൽ 2 ദിവസം ചെയ്തോളൂ, ഏറ്റവും ബെറ്റർ അതാണ്. പക്ഷേങ്കിൽ എത്രയും ബെറ്റർ നമ്മൾ ഒരു ദിവസം ആബ്സ് ചെയ്തിട്ട് ഒരു ദിവസം ആബ്സിന് റെസ്റ്റ് കൊടുത്തിട്ട് അടുത്ത ദിവസം പിന്നെ ആബ്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ചാൽ, ഏറ്റവും ബെസ്റ്റ് സമയം എപ്പോഴാണെന്ന് വെച്ചാൽ, നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട്, ജിമ്മിൽ പോയി വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഷെയ്ക്കറിൽ ഒന്നുകിൽ ഷെയ്ക്ക് ചെയ്തിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ജ്യൂസായിട്ട് കഴിക്കുക, എങ്ങനെയും കഴിക്കാൻ പറ്റും. മൂന്നാമത്തെ ബോഡി ടൈപ്പുള്ള ആൾക്കാരാണ് തടി കൂടുതലുള്ള, വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ. അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡറാണ് വെയ് പ്രോട്ടീൻ ഐസൊലേറ്റ്. ഓക്കെ. ഐസൊലേറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അതിൽ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ അതിനനുസരിച്ച് തന്നെ വർക്കൗട്ടും ചെയ്യണം. ഇത് ഡെയിലി ബേസിസിൽ കഴിക്കുന്നതിന് കൂടെ തന്നെ സ്ട്രോങ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷേങ്കിൽ നിങ്ങളെ കുഞ്ഞു പിള്ളേർ മുതൽ നിങ്ങളെക്കാളും പ്രായം കൂടിയ ആൾക്കാർ വരെ നിങ്ങളെ ചേട്ടാന്നോ അല്ലെങ്കിൽ അങ്കിളെന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിട്ട് വയറൊക്കെ കുറക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ടാവും നിങ്ങൾക്ക്. ഈ സിറ്റുവേഷനൊക്കെ എനിക്ക് മനസ്സിലാവും. ഓക്കെ. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ തന്നെ ഒരു സ്വയം തീരുമാനം എടുക്കണം.
എൻ്റെ അഭിപ്രായത്തിൽ ഈ ആൽക്കഹോൾ അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സൈലൻറ്റ് കില്ലറാണ് ഫുഡ് അഡിക്ഷൻ. അതായത് ഫുഡിന് ആക്ച്വലി നമ്മളെ മോഡറേറ്റ് ആയിട്ട് നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മളെ കൊല്ലാനുള്ള കഴിവ് വരെയുണ്ട്. നമ്മൾ ഇമ്മീഡിയേറ്റ് ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ആവാം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവരെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ അറ്റ്ലീസ്റ്റ് കളിയാക്കിയിട്ടെങ്കിലും വെയിറ്റ് കുറക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ചിലർ പറയും ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. നമ്മളിനിപ്പോൾ സ്വന്തം സുഹൃത്തുക്കളാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുമായിട്ട് തന്നെ ഇരിക്കണം എന്നൊക്കെ പറയും. നിങ്ങൾ വെയിറ്റ് കൂടിയിട്ട് കൊളസ്ട്രോൾ, ഫാറ്റ്, ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഈ ബോഡി ഷേമിംഗ് ഇൻകറക്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരൊന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ ശരീരം നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വീടാണ്. നമ്മൾ ലൈഫ് ലോങ് ജീവിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബോഡിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്തിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് വെയിറ്റ് കൂടുന്ന ആൾക്കാരെ കളിയാക്കാൻ പാടില്ല. ഇപ്പോൾ തൈറോയിഡ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് കൂടുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ കളിയാക്കുക അങ്ങനെയൊന്നും പറയുക ഒന്നും ചെയ്യരുത്. പക്ഷേങ്കിൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ മടിയന്മാരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ അനിയന്മാർ, ഏട്ടന്മാരൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് അവർ വെയിറ്റ് കുറക്കാനും പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ ഷോ കാണിക്കാനോ അല്ലെങ്കിൽ പെൺപിള്ളേരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഷർട്ട് വെച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഷോ കാണിക്കാനോ മാത്രമുള്ളതല്ല. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് അത് വേറെ ലെവലാണ്. നിങ്ങൾക്ക് ലൈഫിൽ ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫിറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം മാറുന്നത് നിങ്ങൾ ഫീൽ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഫിറ്റ്നസ്സിന് ഒടുക്കത്തെ ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ഡെയിലി എണീറ്റ് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് സംഭവങ്ങൾ കഴിച്ച് അതെന്ന് പറഞ്ഞൊരു ഡിസിപ്ലിനാണ്. ഭയങ്കരമായിട്ടുള്ളൊരു യാത്രയാണത്. ഈ യാത്രയിൽ നിങ്ങൾ പക്കാ ഫോക്കസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഡിസിപ്ലിൻ നിങ്ങൾ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ എന്നും വഴിയിൽ കാണുന്ന നിങ്ങൾക്ക് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ അടുത്ത് നിങ്ങൾ പോയി സംസാരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ മാറ്റം വരും. കുറച്ച് കാലം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് ജിമ്മിലേക്ക് വിട്ടു. അവൻ 2 ദിവസം ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, "എടാ ഇതെനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല" എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, "എന്ത് പറ്റിയെന്ന്?" ചോദിച്ചു. "ഇതിപ്പോൾ നമ്മളവിടെ പോയിട്ട് വർക്ക് ചെയ്യണം, നമ്മൾ പോയിട്ട് പണിയെടുക്കണം, എന്നിട്ട് നമ്മൾ അവർക്ക് പൈസയും കൊടുക്കണം. ഇതെന്നെക്കൊണ്ട് പറ്റില്ല" എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ. പിന്നെ ഡിസിപ്ലിൻ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? എല്ലാവരും പറയും 8 മണിക്കൂറെങ്കിലും ഒരാൾ ഉറങ്ങണമെന്ന് പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് അനുസരിച്ചാണ്. ചില ആൾക്കാർക്ക് ഫംഗ്ഷൻ ആവണമെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങണം. ചില ആൾക്കാർക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ചില ആൾക്കാർക്ക് 9, 10 മണിക്കൂർ വേണം. രാവിലെ എണീക്കുക. എന്നിട്ട് മാക്സിമം നമുക്ക് കഴിയുന്നിടത്തോളം വെള്ളം കുടിക്കുക. എന്നിട്ട് കോഴിമുട്ടയോ അല്ലെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കുക. കോഫി, ചായ ഉണ്ടെങ്കിൽ അത് കഴിക്കാം. എന്നിട്ട് നമ്മൾ റെഡിയായിട്ട് ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ജിമ്മിൽ പോകാൻ. കാരണം നമ്മളത് ഇപ്പോൾ കഴിച്ച സംഭവം ദഹിക്കാനുള്ള സമയം കൊടുക്കണം. അതിനിടയിൽ നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഇപ്പോൾ കുടിച്ച വെള്ളമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മൂത്രമൊഴിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂർ ടു 1.5 മണിക്കൂർ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, 45 മിനിറ്റ്. ഇനിയിപ്പോൾ അതിനും മടിയുള്ള ആൾക്കാരാണെങ്കിൽ 45 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ വരെയുള്ള സമയം നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ അത് കഴിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാം. ഈ മീഡിയം ബിൽഡുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇച്ചിരി തടിയുള്ള ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. പണ്ടത്തെ നമ്മുടെ പൂർവികർ, അതായത് ശിലായുഗം അങ്ങനെയുള്ള കാലമൊക്കെ ഉണ്ടല്ലോ, ആ കാലത്തൊക്കെ ആൾക്കാർ എണീറ്റിട്ട് എന്തെങ്കിലും ഹണ്ട് ചെയ്തിട്ടൊക്കെ വേണം അവർക്ക് കഴിക്കാൻ. അപ്പോൾ നമ്മൾ രാവിലെ വർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കാനുള്ള ഫുഡ് അത് നമ്മൾ ഏൺ ചെയ്യണം. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു ഫേക്ക് ആയിട്ടുള്ള സംഭവമാണ്. അത് ഞാൻ പിന്നെ പറയാം. അവർ നമ്മുടെ അടുത്ത് പറയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദ ഡേ ആണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയില്ല. ഇതിൻ്റെയൊക്കെ പിന്നെ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട്. ഞാനത് അപ്കമിംഗ് വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ഏൺ ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നണം. എന്ത്? എനിക്ക് വർക്കൗട്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ശരീരം നന്നാക്കണം എന്ന് ഉള്ളിൽ നിന്ന് തോന്നണം. എനിക്കൊരിക്കലും നിങ്ങളെ വീട്ടിൽ വന്നിട്ട് രാവിലെ ഉറങ്ങുമ്പോൾ ഒരൊറ്റ അടി അടിച്ചിട്ട് നിങ്ങളെ ബെഡിൽ നിന്ന് പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുവന്ന് ജിമ്മിൽ കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ സ്വയം തോന്നേണ്ട കാര്യമാണ്. എങ്ങനെ ഓരോ എക്സസൈസും ചെയ്യണം, ഏതൊക്കെ മസിലിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആൾക്കാർ ജിമ്മിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല ക്രിയേറ്റേഴ്സിനെ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഇവരുടെയൊക്കെ ചാനലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ഇപ്പോൾ ഒരു മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ വെയിറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഏതൊക്കെ രീതിയിലുള്ള വർക്കൗട്ട് ബെറ്റർ ആണെന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. ജിമ്മിൽ പോകുമ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് പെട്ടെന്ന് എനിക്ക് സിക്സ് പാക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ എനിക്ക് ആബ്സ് വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആബ്സിന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കൗട്ടാണ് ലെഗ് റൈസസ് എന്ന് പറഞ്ഞാൽ. ഈ വർക്കൗട്ട് നിങ്ങളുടെ ലോവർ ആബ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. അതായത് നിങ്ങൾ പുള്ളപ്പിൻ്റെ കമ്പിയിൽ തൂങ്ങിക്കിടന്നിട്ട് പുള്ളപ്പ് ബാറിൽ തൂങ്ങിക്കിടന്നിട്ട് നിങ്ങൾ കാല് ഉയർത്തുക. ഓക്കെ, ഇത് 10, 10, 10 വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 12, 12, 12 വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരു ദിവസം ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആബ്സ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കൂടുതൽ ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ലെഗ് ഡേ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടാണ് നമ്മുടെ കാലെന്ന് പറഞ്ഞാൽ.
ബുദ്ധിമുട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഭയങ്കര എക്സ്ട്രീംലി പെയിൻഫുൾ ആണ് തുടക്കത്തിൽ. നമ്മളത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ജിം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. 2, 3 ദിവസം അടുപ്പിച്ച് ഒടുക്കത്തെ പെയിൻ ആയിരിക്കും. നമുക്ക് നടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ആ ഒരു 2, 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2, 3 ദിവസത്തിലാണ് എല്ലാവരും സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നത് നിർത്തുന്നത്. അത് വേറെ കോമഡി. ഓക്കെ. അപ്പോൾ ഈ 2, 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ലെഗ് ഡേ എന്ന് പറഞ്ഞ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ ലെഗ് ഡേ ചെയ്യണം. ക്യാഷുള്ള ആൾക്കാരാണെങ്കിൽ സപ്ലിമെൻറ്റ്സ് കൂടെ പ്രോട്ടീൻ പൗഡറിൻ്റെ കൂടെ വാങ്ങിച്ചത് നന്നായിരിക്കും. ഇപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ട്, അല്ലെങ്കിൽ ക്രിയാറ്റിൻ വാങ്ങിക്കുക, അല്ലെങ്കിൽ സിങ്ക് വാങ്ങിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക, കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ബെനിഫിഷ്യലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ നടന്ന് പൈസ വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് കഴിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് എടുക്കുന്നു, നിങ്ങളുടെ ശരീരം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആക്ച്വലി ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് താല്പര്യമുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ്. നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരാളുടെ വ്യൂ പോയിന്റിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫുഡിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലാത്ത ഒരാളായിരിക്കാം, നിങ്ങൾ ലൈഫിൽ ഒന്നും നേടാത്ത ഒരാളായിരിക്കാം. ഇതിനൊക്കെ ഒരു മരുന്നായിട്ടാണ് ഞാനിപ്പോൾ ജിമ്മ് അല്ലെങ്കിൽ വർക്കൗട്ട് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞത്. നിങ്ങൾ ഫിറ്റ്നസ് അല്ലെങ്കിൽ വർക്കൗട്ട് ഫോക്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. നിങ്ങളുടെ ലൈഫിൽ ഓരോന്നും മാറുന്നത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങൾ നിങ്ങൾ ജിമ്മിൽ പോയി തുടങ്ങി, വർക്കൗട്ട് ചെയ്ത് തുടങ്ങി, അങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഓരോന്നും മാറും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റാണ്, അല്ലെങ്കിൽ എന്താവട്ടെ നിങ്ങളുടെ പ്രശ്നം, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പടിപടിയായിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.